മഹാശിവരാത്രി മാഘമാസത്തിലെ കൃഷ്ണപക്ഷം ചതുർദശിക്ക് തെക്കൻ ഭാരതത്തിൽ, അതുപോലെ ഫാൽഗുനമാസ കൃഷ്ണപക്ഷ ചതുർദശിയായിട്ട് ഉത്തര ഭാരതത്തിലും ആഘോഷിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു ഉത്സവമാണ്. ശിവരാത്രി ശിവന് ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവമായിട്ടാണ് പുരാണങ്ങൾ പറയുന്നത്. ശിവപുരാണത്തിലും ഗരുഡപുരാണത്തിലും സ്കന്ദപുരാണത്തിൽ, പത്മപുരാണത്തിൽ, അഗ്നിപുരാണത്തിൽ, ലിംഗപുരാണത്തിൽ തുടങ്ങിയ മഹാപുരാണങ്ങളിലൊക്കെ ശിവരാത്രി കഥ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വർഷക്രിയാ കൗമുദി, ധർമ്മസിന്ധു, നിർണയസിന്ധു, വർഷകൃത്യദീപകം, കൃത്യസാര സമുച്ചയം, ഹേമാദ്രി, ഈശാനസംഹിത തുടങ്ങിയ ധർമ്മഗ്രന്ഥങ്ങളിലും ശിവരാത്രി മഹാത്മ്യത്തെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ മാഘമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ചതുർദശിയായിട്ട് തിഥി നിർണയവും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൽ പ്രധാനമായിട്ടും നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടത്, അനുഷ്ഠാനങ്ങളായിട്ട് പാലിക്കേണ്ടിയിരിക്കുന്നത്, അന്നത്തെ ദിവസം ഉപവാസം ചെയ്യുക. അത് തിഥി അനുസരിച്ചാണ് ഉപവാസം ചെയ്യുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ പഞ്ചാംഗ കലണ്ടറുകളിലൊക്കെ ഈ വിഷയം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ സംശയമൊന്നും വരേണ്ടതില്ല. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന തിഥി അനുസരിച്ച് വൈകുന്നേരം, അത് അന്നത്തെ ദിവസം മുഴുവൻ വ്രതമിരിക്കണമെന്നാണ്. അപ്പോൾ രാവിലെ കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ഞാൻ ശിവരാത്രി വ്രതം എടുക്കുന്നു എന്ന് മനസാ സങ്കല്പിക്കുക. അങ്ങനെ മനസാ സങ്കല്പിച്ചുകൊണ്ട് അന്നത്തെ ദിവസം വ്രതമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന വ്രതരീതി എന്ന് പറയുന്നത്, അന്നത്തെ ദിവസം അരി ആഹാരം ഉപേക്ഷിക്കുക. സാധാരണ ഏകാദശി വ്രതമൊക്കെ ചെയ്യുന്നത് പോലെ വ്രതം ചെയ്യാവുന്നതാണ്. അരി ആഹാരങ്ങളും അതുപോലെ പയർ, പരിപ്പ് തുടങ്ങിയതൊക്കെ ഉപേക്ഷിക്കുകയും മറ്റ് പല ഭക്ഷണങ്ങളായിട്ടുള്ള പഴങ്ങൾ, കിഴങ്ങുകൾ അതൊക്കെ ഉപയോഗിക്കാം. അങ്ങനെയാണ് സാധാരണ വ്രതം ചെയ്യുന്നത്. പിന്നെ പാലും പഴവും മാത്രം കഴിച്ച് ആരോഗ്യം അതിന് അനുവദിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിച്ച് വ്രതമിരിക്കുന്നതും വളരെ പുണ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വ്രതം ചെയ്തുകൊണ്ട് വൈകുന്നേരം രാത്രിയിലാണ് ശിവരാത്രിയുടെ പ്രാധാന്യം. കാരണം ശിവരാത്രി എന്ന് പറയുന്നത് തന്നെ ശിവന് പ്രിയപ്പെട്ട രാത്രിയെന്നും ശിവഗണങ്ങൾക്ക് പ്രിയപ്പെട്ട രാത്രിയെന്നും ശിവൻ്റെ ശിവലിംഗ രൂപത്തിലുള്ള ആവിർഭാവമുണ്ടായ രാത്രിയെന്നും ഇങ്ങനെയൊക്കെയുള്ള പല അർത്ഥങ്ങളും ഈ ശിവരാത്രിക്ക് പറയാറുണ്ട്. അപ്പോൾ ശിവപുരാണത്തിൽ ശിവലിംഗ ആവിർഭാവ കഥയും ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ രാത്രി തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ വിശേഷമായിട്ട് പറയുമ്പോൾ ചതുർദശി ലാഭേ ചതുർദശ്യാം തദലാഭേതു അമാവാസ്യാം, അതുപോലെ തന്നെ രവിവാരയോഗേ ഭൗമവാരയോഗേ ശിവയോഗേ ച അതിപ്രശസ്തം എന്നൊക്കെ സ്കന്ദപുരാണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രവിവാരം, ഞായറാഴ്ചയോ അതുപോലെ തന്നെ ചൊവ്വാഴ്ചയോ ചേരുന്ന ആ ദിവസങ്ങളിൽ ശിവരാത്രി വരുന്നത് വളരെ മഹത്വമുള്ളതായിട്ട് പറയുന്നു. അതിൽ ശിവയോഗം എന്ന പ്രത്യേക യോഗമനുസരിച്ച് അതും വളരെ ശുഭമായിരിക്കുന്നു. അപ്പോൾ അത് സ്കന്ദപുരാണം അനുസരിച്ച് പറയപ്പെട്ട വിശേഷ ദിവസം ഈ വർഷത്തെ ശിവരാത്രി അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ആ വിശേഷവും നമുക്ക് വളരെ ഗുണകരമാണ്. അപ്പോൾ എല്ലാവരും കഴിയുന്നത് പോലെ ഈ ശിവരാത്രി വ്രതം എടുക്കാമെന്ന് സങ്കല്പിക്കുക. അത്
അടുത്ത് നമുക്ക് ശിവക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ ശിവക്ഷേത്രത്തിൽ രാവിലെ പോയിട്ട്, കാരണം വീടുകളിൽ എല്ലാവർക്കും ചെയ്യാൻ സൗകര്യമുണ്ടായെന്ന് വരില്ല, അപ്പോൾ രാവിലെ ശിവക്ഷേത്രത്തിൽ കുളിച്ച് തൊഴുത് അവിടെ ഇരുന്ന് വ്രതസങ്കല്പം ചെയ്യാം. അല്ലെങ്കിൽ അതിന് സൗകര്യമില്ലെങ്കിൽ വീടുകളിൽ തന്നെ വ്രതസങ്കല്പം ചെയ്യാവുന്നതുമാണ്. വൈകുന്നേരം സന്ധ്യാസമയത്ത് 6, അതായത് ശിവരാത്രിയുടെ ഒരു പ്രധാന അനുഷ്ഠാനം വരുന്നത് വൈകുന്നേരം സന്ധ്യാസമയം 6 മുതൽ രാവിലെ 6 വരെ. അപ്പോൾ നിശീധിനി വ്യാപ്തമായിട്ടുള്ള രാത്രിയുള്ള ചതുർദശിയാണ് അതിൽ പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അത് തിഥിയുടെ അതനുസരിച്ച് സൂചിപ്പിച്ചതനുസരിച്ച്, പഞ്ചാംഗം സൂചിപ്പിക്കുന്നതനുസരിച്ച് നമ്മൾ നോക്കുക തന്നെ വഴിയുള്ളൂ. അപ്പോൾ ജ്യോതിഷം എന്നൊന്നും അറിയാത്തവർ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിൽ സങ്കല്പം പ്രധാനമാണ്. അത് കഴിഞ്ഞ് ആ സങ്കല്പത്തിൽ വൈകുന്നേരവും 6 മണി തൊട്ട് 9 മണി വരെ ഓരോ പ്രഹരങ്ങളായിട്ടാണ് ഈ പൂജ അല്ലെങ്കിൽ സങ്കല്പം ജപമൊക്കെ നടക്കുക. അപ്പോൾ രാവിലെ വരെ 4 പ്രഹരങ്ങളാണ്. പ്രഹരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രഹരം 3 മണിക്കൂറാണ്. യാമമെന്നും പ്രഹരമെന്നും പറയും. അപ്പോൾ 6 തൊട്ട് 9 മണി വരെ ഒരു പ്രഹരം, 9 തൊട്ട് 12 മണി വരെ രണ്ടാമത്തെ പ്രഹരം, 12 മുതൽ 3 വരെ മൂന്നാമത്തെ പ്രഹരം, 3 മണി മുതൽ രാവിലെ 6 മണി വരെ നാലാമത്തെ പ്രഹരം. ഇങ്ങനെ 4 പ്രഹരങ്ങളിൽ പ്രത്യേകം പൂജകളുണ്ട്. ആ പൂജകളുടെയൊക്കെ വിധി വിസ്തരിച്ചുണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഈ 4 പ്രഹരത്തിലും ജപങ്ങൾ ചെയ്യാം. ഓരോ പ്രഹരത്തിലും ജപം ചെയ്യാം. ശിവക്ഷേത്രത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഓരോ പ്രഹരത്തിലെ പൂജകളും മറ്റുമൊക്കെ ഉണ്ടാകും. അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ സ്വയം തന്നെ പൂജയൊക്കെ അറിയാമെങ്കിൽ സ്വയം തന്നെ അത് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ അതിൽ പഞ്ചാക്ഷരി മന്ത്രജപം അതാണ് ഈ സമയത്ത് ഏറ്റവും വിശേഷമായിട്ട് സാധാരണമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ജപം നമ്മൾ ചെയ്യുക പരമാവധി. പിന്നെ സ്തോത്രങ്ങൾ പാരായണം ചെയ്യുക. ശിവപുരാണം ഉണ്ടെങ്കിൽ ശിവപുരാണ പാരായണം ചെയ്യുക. ഇതൊക്കെയാണ് ഈ രാവിലെ വരെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോഴത്തെ സാധാരണ അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങളായിട്ട് മറ്റ് കലാപരിപാടികളും അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ എല്ലാം ആധ്യാത്മികമായിട്ടും അനുഷ്ഠാനത്തിന് യോജിച്ചതുമായിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജപങ്ങളും സ്തോത്രപാഠവും ചെയ്യുക. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ചെയ്യുമ്പോഴുള്ള വിഷയം എന്ന് പറയുന്നത് ഉറക്കം വരും എന്നുള്ളതുണ്ട്. അപ്പോൾ ആരോഗ്യത്തിൻ്റെ സ്ഥിതി നോക്കിയിട്ട് ഉറക്കമൊളിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ ഉറക്കമൊളിക്കുന്നത് നല്ലതാണ്. അത് ആണ് അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള നിദ്ര വ്യാപിനിയായിട്ടുള്ള വ്രതമായതുകൊണ്ട് ഉറങ്ങാതിരിക്കണമെന്നുണ്ട്. അപ്പോൾ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നു. അതിൻ്റെ വിധിപ്രകാരമുള്ള ന്യാസങ്ങളൊക്കെ അറിയാമെങ്കിൽ അതെല്ലാം ചെയ്ത് അങ്ങനെ ചെയ്യുന്നു. ഇനി ഓരോ യാമത്തിലും പൂജയുടെ പ്രത്യേക വിധാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശിവലിംഗമുണ്ടെങ്കിൽ ശിവലിംഗത്തിൽ തന്നെ അഭിഷേകവും പൂജയും ഒക്കെ ചെയ്യാവുന്നതാണ്. ശിവലിംഗത്തെ വിധിപ്രകാരം ചെയ്തിട്ട് അതൊക്കെ പൂജാവിധി അനുസരിച്ചിട്ടുള്ള രീതിയിൽ അതെല്ലാം വൃത്തിയാക്കി അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ശുദ്ധമാക്കിയിട്ട്. നമുക്കറിയില്ല എങ്കിൽ അറിയാം പൂജകരായിട്ടുള്ള ആരെങ്കിലും പൂജാരിമാരെ വിളിച്ച് അവരെ കൊണ്ടും ചെയ്യിപ്പിക്കാം. അപ്പോൾ അവരതിൻ്റെ വിധിപ്രകാരം ശരിയായി ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്യാം. നമുക്ക് അറിയാമെങ്കിൽ ശിവലിംഗമുണ്ടെങ്കിൽ ശിവലിംഗത്തിൽ, അല്ലെങ്കിൽ പരമശിവൻ്റെ ചിത്രത്തിലും നമുക്ക് ആ വിധി ചെയ്യാവുന്നതാണ്. അതിൽ 4 യാമങ്ങളുടെ പൂജയെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ യാമം 6 മുതൽ 9 വരെയുള്ള സമയം. ആ സമയത്ത് പ്രഥമയാമ പൂജാം കരിഷ്യേ എന്ന് സങ്കല്പം ചെയ്ത് ആ പ്രഥമയാമത്തിൽ ജപമാണ് ചെയ്യുന്നതെങ്കിൽ പൂജ എന്നുള്ള സ്ഥലത്ത് ജപം കരിഷ്യേ, സ്തോത്രപാഠം കരിഷ്യേ എന്നൊരു സങ്കല്പം ചെയ്യുക, ഒരു മനസ്സുകൊണ്ടൊരു സങ്കല്പം. എന്നിട്ട് ഓരോ യാമത്തിലെ പൂജയുടെ വിധാനത്തിൽ മന്ത്രങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യത്തെ വിധാനത്തിൽ ഈ ഷോഡശോപചാരങ്ങളും ആസനാദികളൊക്കെ കൽപ്പിക്കുന്നത് ശിവായ നമഃ എന്ന മന്ത്രം ചൊല്ലിയാണ്. അപ്പോൾ അഭിഷേകമാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം
പാല് കൊണ്ടാണ് അഭിഷേകം ചെയ്യുക ആദ്യത്തെ യാമത്തിൽ. രണ്ടാമത്തെ യാമത്തിലും നേരത്തെ പോലെ സങ്കല്പം ചെയ്തിട്ട് ദ്വിതീയയാമ പൂജാം കരിഷ്യേ എന്ന് സങ്കല്പം ചെയ്തിട്ട് ശങ്കരായ നമഃ എന്ന മന്ത്രം കൊണ്ട് ആസനാദി പരികൽപ്പിച്ച് അങ്ങനെ ചെയ്യുന്നു. അഭിഷേകത്തിലാണ് ചെയ്യുന്നതെങ്കിൽ തൈര് കൊണ്ടാണ് രണ്ടാമത്തെ യാമത്തിൽ അഭിഷേകം. മൂന്നാമത്തെ യാമത്തിൽ തൃതീയയാമ പൂജയിൽ സങ്കല്പം ചെയ്ത് മഹേശ്വരായ മന്ത്രം പറഞ്ഞ് ആസനാദികൾ പരികൽപ്പിച്ച് അവിടെ നെയ്യ് കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. നെയ്യഭിഷേകമാണ്. നാലാമത്തെ യാമത്തിലെ പൂജയിൽ രുദ്രായ നമഃ എന്ന് പറഞ്ഞു 3 മണി തൊട്ട് അവസാനത്തെ യാമം രുദ്രായ നമഃ എന്ന് പറഞ്ഞ് ഉള്ള പൂജയാണ് വരുന്നത്. ബാക്കി മന്ത്രങ്ങളും പൂജകളും ഷോഡശോപചാരങ്ങളുടെ പൂജകളെല്ലാം വിസ്തരിച്ച് വരുന്നുണ്ട്. അവസാനം തേന് കൊണ്ടാണ് അഭിഷേകം ചെയ്യുക. അപ്പോൾ ആദ്യം പാലുകൊണ്ടും, രണ്ടാമത്തെ യാമത്തിൽ തൈര് കൊണ്ടും, മൂന്നാമത്തെ യാമത്തിൽ ഘൃതം കൊണ്ടും, അവസാന യാമത്തിൽ തേനുകൊണ്ടും അഭിഷേകം ചെയ്താണ് ഈ പൂജ 4 യാമങ്ങളുടെ പൂജ കൽപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പൂജ കഴിഞ്ഞ് രാവിലെ നമ്മൾ അതിനെ വ്രതം സമാപിക്കുന്നതായിട്ട് വ്രതസമർപ്പണം ചെയ്യണം. വേദസമർപ്പണത്തിന് യന്മയാദ്യകൃതം പുണ്യം തദ്രുദ്രസ്യ നിവേദിതം ത്വത്പ്രസാദാൻ മഹാദേവ വ്രതമധ്യ സമർപ്പിതം പ്രസന്നോ ഭവമേ ശ്രീമൻ സദ്ഗതി പ്രതിപാദ്യതാം ത്വതാലോകനമാത്രേണ പവിത്രോസ്മിന സംശയഃ എന്ന മന്ത്രം പറഞ്ഞ് വ്രതസമർപ്പണം ചെയ്യുക. അത് കഴിഞ്ഞാൽ വ്രതസമർപ്പണം നമസ്കാരാദികളെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ രാവിലെ പാരണ വീടുക എന്ന് പറയും. അതായത് വ്രതം സമാപിപ്പിക്കുന്ന രീതി. അപ്പോൾ അതിനൊരു സാധാരണ നിയമം പറയുന്നത് ചതുർദശി തിഥി നോക്കിയിട്ട് ആ തിഥി സമാപിക്കുന്ന സമയത്താണ് ചെയ്യേണ്ടത്. രാവിലെ ചതുർദശി തിഥി ഇല്ലെങ്കിൽ അമാവാസ്യ തിഥിയിലും ചെയ്യാമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൃഷ്ണാഷ്ടമി, സ്കന്ദഷഷ്ഠി, ശിവരാത്രി, ചതുർദശി ഈ 4 സ്കന്ദപുരാണം അനുസരിച്ച് 4ൻ്റെയും വ്രതപാരണം ചെയ്യേണ്ടത് ആ തിഥി അവസാനിക്കുന്ന സമയത്താണെന്ന് പറയുന്നുണ്ട്. തിഥ്യന്തേ പാരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതനുസരിച്ച് ആ പാരണം ചെയ്യുക. പാരണം ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രാർത്ഥന കൂടി ചൊല്ലണം. സംസാര ക്ലേശദഗ്ധസ്യ വ്രതേനാനേന ശങ്കര പ്രസീദ സുമുഖോ നാഥ ജ്ഞാനദൃഷ്ടിപ്രദോ ഭവ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വ്രതപാരണം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വ്രതപാരണം ചെയ്ത് അമ്പലത്തിലാണ് നമ്മൾ വ്രതസങ്കല്പം ചെയ്യുന്നതെങ്കിൽ അമ്പലത്തിൽ പോയി തന്നെ പാരണം ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു രീതി. പാരണം ചെയ്യുമ്പോൾ ആ വ്രതം സമാപിപ്പിച്ചു എന്നുള്ള ഭാവത്തിൽ പിന്നെ അന്നം ഗ്രഹിക്കാവുന്ന മറ്റ് ഭക്ഷണമൊക്കെ എന്തെങ്കിലും പ്രസാദമൊക്കെ ആയിട്ട് അത് ഗ്രഹിക്കാം. പിന്നെ ഈ ശിവനിർമാല്യത്തെക്കുറിച്ചും ശിവൻ്റെ പ്രസാദം സ്വീകരിക്കുന്നതിനെക്കുറിച്ചും വളരെ ശ്രദ്ധിക്കാൻ പുരാണങ്ങൾ പറയുന്നുണ്ട്. ആ ശ്രദ്ധയോടും ഭാവത്തോടും കൂടിയും ചെയ്യണമെന്നും. അപ്പോൾ മനസ്സ് നിർമ്മലമായിരിക്കുന്നത് പോലെ ശരീരവും ശുദ്ധമായിരിക്കണം. അത്യന്തം ഭക്തിഭാവത്തോടു കൂടിയാണ് ശിവനിർമാല്യം സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. നിർമാല്യം യോ ഹി മദ്ഭക്ത്യാ ശിരസാ ധാരയിഷ്യതി അശുചിർ ഭിന്നമര്യാദോ നരപാപസമന്വിതഃ എന്ന് പറയുന്നുണ്ട്. അതായത് നിർമാല്യം സ്വീകരിക്കുമ്പോൾ എൻ്റെ ഭക്തിയോടുകൂടി, ഭഗവത് ഭക്തിയോടുകൂടി, ശിവഭക്തിയോടു കൂടിയാണ് സ്വീകരിക്കേണ്ടത്. ആ ശിവഭക്തി ഇല്ലാത്ത ഒരാളിനെ പ്രസാദം അങ്ങനെ സ്വീകരിക്കാൻ അവകാശമില്ല. അയാൾ പ്രസാദം സ്വീകരിക്കാൻ പാത്രമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഭാവത്തോടു കൂടിയാണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് നിർമാല്യ പ്രസാദം, തീർത്ഥവും അതായത് പുഷ്പവും അതുപോലെ തന്നെ ഭക്ഷ്യമായിട്ടുള്ള പായസവും മറ്റുമൊക്കെ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ശിവരാത്രിയെ കുറിച്ചൊരു സാമാന്യം
ഒരു പരിചയം എല്ലാവർക്കും അറിയാമെങ്കിലും അതൊന്ന് പറയുന്നു. അതിൽ ഈ രാത്രി ഉറക്കമൊഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വിധി അനുസരിച്ച് അത് ശിവപുരാണ പാരായണമാകാം, അല്ലെങ്കിൽ സ്കന്ദപുരാണത്തിലും പത്മപുരാണത്തിലുമൊക്കെ ഈ ശിവരാത്രി കഥ വരുന്ന ഭാഗമുണ്ട്. ഏത് പുരാണമാണ് നമുക്ക് കൈക്കലുള്ളത് അത് നോക്കിയിട്ട് അത് വായിച്ച് പാരായണം ചെയ്യാം. അപ്പോൾ രാത്രി മുഴുവൻ അങ്ങനെ ഒരേ രീതിയിൽ പാരായണം ചെയ്തിരിക്കാൻ സാധിക്കില്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് പിന്നെ മറ്റ് ഭജനകൾ ചെയ്യാം. അതുപോലെ ഓരോ യാമത്തിലും നമുക്ക് സേവ ചെയ്യുന്നതനുസരിച്ച്, ഭഗവത് സേവ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കുറച്ച് വിശ്രാമമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ജപമാകാം. അതുപോലെ ഓരോ യാമത്തിലെ പൂജ, 4 യാമങ്ങളുടെ പ്രത്യേക പൂജ ചെയ്യുകയാണെങ്കിൽ ഓരോ യാമത്തിലും കുളിയും മറ്റുമൊക്കെ ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഇവിടെ എല്ലാ സ്ഥലത്തും ഭാരതത്തിൽ ഈ ശിവരാത്രി എല്ലാ സ്ഥലത്തും കൊണ്ടാടാറുണ്ട്. പക്ഷേ ഓരോ രീതികളിലാണ് ഓരോ സ്ഥലത്തും നടക്കുന്നത്. ഉത്തരഭാരതത്തിലാണ് കൂടുതൽ നന്നായിട്ട് കണ്ടിട്ടുള്ളത്. അവിടെ 4 യാമത്തിലെ പൂജകൾ എല്ലാ ആശ്രമങ്ങളിലും അതുപോലെ തന്നെ അമ്പലങ്ങളിലുമൊക്കെ 4 യാമത്തിലെ പൂജകൾ അത് രുദ്രാഭിഷേകത്തോടു കൂടി വിധിയാവണ്ണം പൂജ ചെയ്യുന്നു. അപ്പോൾ ആ പൂജ കൃത്യമായിട്ട് 4 യാമത്തിലെ പൂജയും ചെയ്യുമ്പോൾ ആ കറക്റ്റായിട്ടുള്ള രാവിലെ വരെയുള്ള സമയം ഒരു ബുദ്ധിമുട്ടും കൂടാതെ എന്താ പറയുക, ആരാധനയോട് കൂടി തന്നെ ഉറക്കമൊഴിക്കാനും സാധിക്കുന്നു. കാരണം ഒരു രുദ്രാഭിഷേക പൂജ കഴിയുമ്പോൾ തന്നെ 2-2.5 മണിക്കൂറാവും. അപ്പോൾ ആ സമയം ഒരു യാമത്തിൻ്റെ മുഴുവനാകും. അതോടൊപ്പം തന്നെ മറ്റ് സ്തോത്രങ്ങൾ ചൊല്ലുന്നത് അതൊക്കെ വരുമ്പോഴേക്കും കൃത്യമായിട്ട് ഒരു യാമത്തിലെ പൂജ അങ്ങനെ അങ്ങോട്ട് സാധിക്കും. പക്ഷേ അല്ലാതെ ചെയ്യുമ്പോൾ ജപം മാത്രമൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ഉറക്കം വരുന്നെന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പൂജയൊക്കെ ഇത്രയും വിസ്താരമായിട്ട് 4 യാമത്തിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രുദ്രാഭിഷേക പൂജ, പുരുഷസൂക്തം, അതുപോലെ തന്നെ സ്തോത്രപാഠങ്ങൾ, അതിലേറ്റവും ശിവമഹിംന സ്തോത്രം, അത് പുഷ്പദന്ത പ്രണീതമായിട്ടുള്ള ശിവമഹിംന സ്തോത്രം ചൊല്ലാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ വിശേഷ സ്തോത്രങ്ങളും ഇതൊക്കെ ചൊല്ലി ആണ് ഉത്തരേന്ത്യയിൽ അനുഷ്ഠാനം ചെയ്യുന്നത്. എന്തായാലും ആർക്കൊക്കെ ഇത് സാധിക്കുമോ അത് ചെയ്യുക. മറ്റ് സ്തോത്രങ്ങൾ അറിയില്ലെങ്കിൽ ശിവസഹസ്രനാമ സ്തോത്രം ചൊല്ലാം. ശങ്കരാചാര്യ സ്വാമിജികൾ എഴുതിയിട്ടുള്ള ശിവാനന്ദ ലഹരി പോലുള്ള സ്തോത്രങ്ങളുണ്ട്, അനേകം സ്തോത്രങ്ങളുണ്ട്, അതൊക്കെ ചൊല്ലാവുന്നതാണ്. അങ്ങനെ ശിവരാത്രി എല്ലാവർക്കും ആനന്ദകരമായിരിക്കട്ടെ. ശിവഭക്തിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അനുഷ്ഠാനമായിട്ടാണ് ശിവരാത്രി പറയപ്പെട്ടിരിക്കുന്നത്. അത് ഉറക്കമെഴിയുന്നത് സാധാരണ ആരോഗ്യമുള്ളവർ ഉറക്കമെഴിയുകയാണെങ്കിൽ അത് വളരെ നല്ലതായിട്ടാണ് പറയുന്നത്. കാരണം ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് ഋതുക്കളുടെ മാറ്റം, ആ ഋതുക്കളുടെ മാറ്റത്തിന് അനുകൂലമായൊരു കാര്യമാണ് ഈ ഉറക്കമൊഴിയുക എന്നുള്ളത്. അപ്പോൾ അതിനായിരിക്കണം അന്ന് ഋഷിമാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിസ്തരിച്ച ഭാവം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചിന്തിക്കാവുന്നതാണ്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.